നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം എന്നത് പലപ്പോഴും പ്രവചനാതീതമായ ഒന്നാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെയാവാം ജീവിതം സഞ്ചരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമാധാനവും സമ്പത്തും നശിപ്പിക്കാൻ വേണ്ടി മാത്രം കൂടിയ ചില വ്യക്തികളെക്കുറിച്ചാണ്. ഇത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വ്യത്യസ്ത തലത്തിൽ ബാധിക്കുമെന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഏത് സമയത്ത് കാണുന്നുവോ ആ സമയത്ത് ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചേരുന്ന കാര്യങ്ങൾ മാത്രം, പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ വിശ്വസിക്കാറുണ്ട്. എന്നാൽ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട് എന്നതാണ് യഥാർത്ഥ സത്യം. അത്തരമൊരു വ്യക്തിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇന്ന് നാം നിങ്ങൾക്കായി നൽകുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ മുന്നറിയിപ്പ് തന്നെയാണ്. ഇത്തരം മുന്നറിയിപ്പുകളെ നാം വിട്ടുകളയാതെ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ ഒരു ശത്രുവായി കണ്ടിട്ടുണ്ടാവണമെന്നില്ല. പകരം ആത്മമിത്രമായോ ബന്ധുവായോ ഒക്കെ നിങ്ങൾ കരുതിയിരിക്കുന്നത്, അവരെ അങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്നാൽ അവർ നിങ്ങളെ കാണുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വളർച്ചയും തടയാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് വല്ലാത്ത അസൂയയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങളോ സെലിബ്രേഷനോ നടക്കുമ്പോൾ ഇവർ അസ്വസ്ഥരാകുന്നു. ഇവർ നെഗറ്റീവ് പ്രാർത്ഥനകൾ വഴിയോ അല്ലെങ്കിൽ ചില നെഗറ്റീവ് ക്രിയകൾ വഴിയോ നിങ്ങളുടെ ഉയർച്ച തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ നാം ഒരുപാട് വിശ്വസിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിലോ ഒരുപക്ഷെ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയായിരിക്കും നമുക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പുറമേയുള്ള ശത്രുവേക്കാൾ ഭയപ്പെടേണ്ടത് അകത്തുള്ള ശത്രുവെ തന്നെയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വൈകുന്തോറും നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടുകളും വലിയ അപകടത്തിലേക്ക് നീങ്ങുമെന്നതാണ് യാഥാർത്ഥ്യം. എത്ര ആളുകളാണ് ഇത്തരം പ്രതിസന്ധികളാൽ ജീവിതം തന്നെ വഴിയാധാരമായി കിടക്കുന്നത്. നമുക്കിത്തരം ആളുകളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഇത്തരം പ്രപഞ്ചശക്തി നൽകുന്ന മുന്നറിയിപ്പുകൾ നാം കണക്കിലെടുക്കാതെ പോകുമ്പോഴാണ് ഇത്തരം ശത്രുക്കളെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. ഇത്തരം വ്യക്തികൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങൾ നൽകി നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇവർ നോക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ ഇവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവർക്കൊരു ദ്രോഹവും ചെയ്തിട്ടുണ്ടാവില്ല എങ്കിലും അവരുടെ ഉള്ളിൽ അസൂയയും അവരുടെ മനസ്സിൻ്റെ ദുഷ്ടമനസ്സുമാണ് ഇത്തരത്തിൽ നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല, അവരെക്കാൾ ഉയരാൻ പാടില്ല എന്നതാണ് ഇവരുടെ ഒരേ ഒരു ചിന്താഗതി. ഇവർ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ കള്ളക്കരച്ചിൽ കാണിച്ചോ സിമ്പതി പിടിച്ചുപറ്റുന്ന കഥകൾ പറഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ സ്ഥാനം പിടിക്കാൻ ഇവർ ശ്രമിക്കും. ഇതൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. നിങ്ങളുടെ വീട്ടിൽ കയറിപ്പറ്റിയാൽ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് സാധനങ്ങൾ കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ നിങ്ങൾക്കെതിരെ തിരിക്കാനുമുള്ള ഇവരുടെ പ്രത്യേക പദ്ധതി തന്നെയാണ് ഇതെല്ലാം. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ആളുകൾ ധാരാളമുണ്ട്. ഇത് കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞ ആൾക്കാരും ധാരാളമുണ്ട്. ഇവർ നിങ്ങളെ കാണുമ്പോൾ വളരെ സൗമ്യമായി നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും എന്നാൽ പുറത്ത് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ്. ഇവർക്ക് പല തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് പല ഗൂഢാലോചനകളും നടത്താറുമുണ്ട്. നിങ്ങളുടെ പേര് പുറത്തു മോശമാക്കാൻ ശ്രമിക്കുന്ന പ്രധാന കണ്ണികളാണിവർ. ഇവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുക എന്നതാണ്. അത്തരമൊരു നെഗറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ദോഷകരമായ കാര്യങ്ങളാണ് നിങ്ങൾക്കെതിരെ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള മുൻകരുതലുകളോടുകൂടി മുന്നോട്ട് പോകണം. ഇത്തരം ആളുകളോട് ഇടപഴകുന്നത് വളരെയധികം ശ്രദ്ധാപൂർവമായിരിക്കണം. ഇവർക്ക് നിങ്ങളുടെ സമ്പത്തിലും പ്രോപ്പർട്ടിയിലും എല്ലാം ഒരു കണ്ണുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ദൂർത്തടിച്ചു പോകണമെന്നും നിങ്ങൾക്കതിൽ ഫലം ലഭിക്കരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. ഇതൊരു സ്ത്രീയുടെ എനർജി തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഈഗോയുള്ള അസൂയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവർ. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള തകർച്ചയും തന്നെയാണ് ഇവരുടെ സ്വപ്നം. ഇവർക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല. മറ്റുള്ളവരുടെ ജീവിതം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന വളരെ മോശപ്പെട്ട മനസ്സിന് ഉടമയായ ഒരു വ്യക്തി. അത്തരം ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അവരുടെ മനസ്സിൽ ഒരിക്കലും നന്മ എന്നത് ഉണ്ടാവുകയില്ല. ഇവരുടെ ചിന്തകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അതായത് നിങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങുവാനോ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴോ അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്തിനേറെ പറയുന്നു, നിങ്ങളൊരു ചെടി നടുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അത് അവർക്ക് കൂടെ വേണമെന്നുള്ള തെറ്റായ ചിന്തയാണ് ഇവരെ നയിക്കുന്നത്. നിങ്ങൾ കുടുംബസമാധാനം തകർക്കാൻ ഇവർ പല രീതിയിലുള്ള നെഗറ്റീവ് ക്രിയകളും ചെയ്യാൻ ശ്രമിക്കുന്നു.
അതിനുള്ള വഴികളെക്കുറിച്ചാണ് ഇവർ ആലോചിക്കുന്നത്. എങ്ങനെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജത്തെ കടത്തിവിടാം. അത്തരത്തിൽ നിങ്ങളെ പിടികൂടുന്ന നെഗറ്റീവ് ഊർജം, നിങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ ബാധിച്ച നെഗറ്റീവ് ഊർജത്താൽ ആ ഊർജം നിങ്ങളെ വേട്ടയാടുന്നത് കാണാൻ കാത്തിരിക്കുകയാണിവർ. നിങ്ങളുടെ കണ്ണുനീരും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇത്തരം ആളുകൾ തന്നെയാണ് കൂടുതൽ. ചില ആളുകൾ നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരും. മറ്റുള്ള ആളുകൾ മനസ്സിൽ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും. ആ ശാപത്തിനൊന്നും യാതൊരുവിധ അർത്ഥവും വിലയും ഈ പ്രപഞ്ചം കൽപ്പിക്കുകയില്ല. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു സമയത്ത്, ചില സന്ദർഭങ്ങളിൽ ഇത്തരം വ്യക്തികളിൽ നിന്നുള്ള പ്രാക്ക്, കണ്ണേറ്, മറ്റ് ദോഷകരമായ നെഗറ്റീവ് ഊർജ്ജങ്ങളെല്ലാം നമ്മെ ബാധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് തളർന്നു പോയിട്ടുമുണ്ടാവാം. അതുകൊണ്ടാണ് നാം പറയുന്നത്, നിങ്ങൾ ഇത്തരം ആളുകളെ ഒരു നിരീക്ഷണ വലയത്തിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സമയങ്ങളൊന്നും ആലോചിച്ച് കളയേണ്ടതില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാനാണ്. അത്തരത്തിൽ ഉയർച്ചകൾ കൈവരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഇവർക്കെതിരെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ആ തിരിച്ചടിയിൽ അവർ നീറി ഒടുങ്ങിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഉയർച്ചകളാണ് നിങ്ങളുടെ സ്വപ്നം, അല്ലാതെ മറ്റുള്ളവരുടെ തകർച്ചയാവരുത് നിങ്ങളുടെ സ്വപ്നം. അവർക്കെതിരെ, ഇത്തരം ആളുകൾക്കെതിരെ നിങ്ങൾ യാതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അവരെ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കുവാനോ മറ്റു കാര്യങ്ങൾക്കോ മുതിരരുത്. കാരണം പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ കരുതി വെച്ച നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ ആത്മസമീപനവും ഒന്നും ഒരു ഘട്ടത്തിൽ നിങ്ങൾ തകർക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും ഇത്തരത്തിലുള്ള ആത്മസമീപവും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾക്കും ഈ ഒരു കാലഘട്ടം വരെ നിങ്ങൾ എത്തിപ്പെടാനുമുള്ള ഏറ്റവും വലിയ സാധ്യതയായി നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം ആളുകളെ നാം നിരീക്ഷിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും അവർക്കെതിരെ തിരിയുവാനോ അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. മറ്റൊരാളുടെ കണ്ണുനീരിന് നിങ്ങൾ കാരണമാവാൻ പാടുള്ളതല്ല. അത്തരത്തിൽ നിങ്ങൾ അവർക്കെതിരെ തിരിയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങൾ ചെയ്യേണ്ടത് നാം പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാനുള്ള എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുക. സർഗാത്മകമായ എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യർക്കും ഈ പ്രപഞ്ചം ഓരോ കഴിവുകൾ നൽകും. ആ കഴിവിനുള്ള അംഗീകാരങ്ങൾ നേടിയെടുക്കുക. ആ അംഗീകാരങ്ങൾ കാണുമ്പോൾ തന്നെയാണ് അവർക്ക് കൂടുതൽ വേദനിക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് അവർക്ക് മുന്നിൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തളർന്നു പോകുവാൻ പാടുള്ളതല്ല. ഇക്കൂട്ടർ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ എപ്പോഴൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർക്കും ഇടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇവർ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതം വളരെ സമാധാനപൂർണ്ണമായിരുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുക എന്നത് തന്നെ വലിയ കാര്യമാണ്. പലപ്പോഴും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന സ്ഥാനം ഇവർ ദുരുപയോഗം ചെയ്യുന്നു. നമ്മുടെ ശത്രുക്കൾ ദൂരെയുള്ളവരല്ല, കൂടെയുള്ളവർ തന്നെയാണ് എന്ന് ആ ഒരു ചൊല്ലി ഇവിടെ അന്വർത്ഥമാകുന്നു. ഇത്തരം ദുഷ്ടചിന്താഗതിക്കാരായ ഇവർ ആഗ്രഹിക്കുന്നത് ലോകം മുഴുവൻ തനിക്ക് ചുറ്റും കറങ്ങണം എന്നതാണ്. അവർക്ക് ലഭിക്കാത്ത ഒരു സന്തോഷവും മറ്റൊരാൾക്ക് ലഭിക്കുന്നത് കാണാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും ദൈവം കാണുന്നുണ്ട്. ഈ പ്രപഞ്ചം എല്ലാം നോക്കി കാണുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇവർ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും ദൈവം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ നെഗറ്റീവ് ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകൾ കടന്നു വരുന്നത്. എന്നാൽ നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ ഈ വ്യക്തികൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ പഴയ അതേ വേദനകൾ ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം വ്യക്തികളുമായി ഒരു സുരക്ഷിതമായ അകലം പാലിക്കുക. അവർ വീണ്ടും സിമ്പതിയുമായി വന്നാൽ അതിൽ വീഴരുത്. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരു ബൗണ്ടറി നിർമ്മിക്കുക. ആ അതിർവരമ്പുകൾ ഭേദിച്ച് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ എനർജി പോസിറ്റീവായ കാര്യങ്ങൾക്കായി മാത്രം ചിലവഴിക്കുക. ഇത്തരം നെഗറ്റീവായ വ്യക്തികളെ മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ദൗത്യമല്ല. പകരം അത്തരം വ്യക്തികളിൽ നിന്ന് നിങ്ങളെ തന്നെ മാറ്റി നിർത്തുക എന്നതാണ് പ്രധാനം. ഒരു വ്യക്തി തൻ്റെ യഥാർത്ഥ സ്വഭാവം ഒരിക്കൽ കാണിച്ചു തന്നാൽ അത് വിശ്വസിക്കുക. അവർ മാറുമെന്ന് കരുതി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേദന മാത്രമേ നൽകുകയുള്ളൂ. ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ ഈയൊരു പ്രതിസന്ധികളെ മറികടന്ന് വലിയ ഉയർച്ചയിലേക്കെത്തും. നിങ്ങളുടെ സമ്പത്തും സമാധാനവും സംരക്ഷിക്കാൻ ജാഗ്രത പാലിക്കുക. അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും നിങ്ങളുടെ സമാധാനവും നിലനിർത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് മറ്റാരും
മറ്റാരെങ്കിലും ചെയ്യുമെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കുക. മടി, അലസത എല്ലാം മാറ്റി നിർത്തുക. മടിയും അലസതയും കടന്നു വരുന്നത് തന്നെ ഇത്തരം ആളുകളുടെ നെഗറ്റീവ് പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി നമുക്ക് മടി, അലസത ഇത്തരത്തിലുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതും. അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ നമുക്കാവുന്നതെല്ലാം ചെയ്ത് നമ്മുടെ എല്ലാ ഊർജ്ജവും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അല്ലാതെ ശത്രുക്കളെ ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് വളരെ വേദനാജനകമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നെയാണ് അതിലൂടെ കടന്നു പോകുന്നത്. നിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി മുതിരുമ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട വിലപ്പെട്ട സമയങ്ങളെല്ലാം പാഴായി പോവുകയാണ്. കാരണം അവർക്കുള്ള ശിക്ഷ ഈ പ്രപഞ്ചം നൽകുന്നതാണ്. അനാവശ്യമായി മറ്റൊരാളുടെ ജീവിതം തകർത്ത ആരെയും ഈ പ്രപഞ്ചം വെറുതെ വിടാൻ പോകുന്നില്ല. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവർക്കുള്ളത് കൃത്യമായി കരുതി വച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോവേണ്ടതില്ല. നിങ്ങൾ അവർക്കെതിരെ തിരിയുമ്പോഴാണ് പ്രപഞ്ചം നിങ്ങൾക്കെതിരെ തിരിയുന്നത്. പ്രപഞ്ചശക്തി ഇപ്പോൾ നിങ്ങൾക്കൊപ്പമാണ്. അവർക്കുള്ള തിരിച്ചടികൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. നാം തന്നെ പറയാറില്ലേ, ചില ആളുകളുടെ അവസ്ഥകൾ കാണുമ്പോൾ അവരുടെ ഒരു കാലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ്, അവരുടെ കർമ്മഫലം തന്നെയാണ് അവർ അനുഭവിക്കുന്നതെന്ന്. അത്തരത്തിൽ നിങ്ങൾക്കെതിരെ തിരിഞ്ഞവരും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. നിങ്ങളുടെ ശത്രു എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ ശക്തനായാലും ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവർ വെറുമൊരു പുൽക്കൊടിയുടെ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തിയെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം സേഫായ സോണിൽ നിർത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഊർജ്ജസ്വലമാക്കി നല്ല കരുത്തോടുകൂടി മുന്നോട്ട് പോവുക. അവർക്ക് ഉള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവരുടെ കണ്ണുനീർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ വേദനകൾക്കും കാലം എണ്ണി എണ്ണി പകരം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. അത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി. നാം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യത്തിലൂടെ ജീവിച്ച നെഗറ്റീവ് മാത്രം ചെയ്യുന്ന ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി വേദനകൾ അനുഭവിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും സമ്പത്തും നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ, അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, മറ്റ് നെഗറ്റീവ് ക്രിയകളാൽ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ എനർജി കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കത് ഇരട്ടി ഫലം നൽകും. ഒപ്പം തന്നെ ഇത്തരത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ പൂജാ വഴിപാടുകൾ അവർക്കും പങ്കാളിയാവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും അവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ ഒരു ഷെയറിലൂടെ സാധിക്കും. നിങ്ങളുടെ നിസ്വാർത്ഥമായ മനസ്സും നിഷ്കളങ്കമായ പ്രവൃത്തിയും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഇത്തരം ബുദ്ധിമുട്ടുകളാൽ വലിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സമ്പത്തും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഈ പ്രപഞ്ചത്തോട്, ഈ പ്രപഞ്ചശക്തിയോട്, ഭഗവാനോട് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.